ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റിവ്യൂ മീഡിയയ്ക്ക് സ്വാഗതം. ഞാൻ ബ്രഹ്മദേവ്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 13-14 വീഡിയോസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൽ കുറച്ച് വീഡിയോസൊക്കെ കുറച്ച് വ്യൂവേഴ്സും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ യൂട്യൂബ് ചാനൽ പല ആൾക്കാരുടെ യൂട്യൂബ് ചാനൽ കാണാറുണ്ട്. അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ കഴിവുകൾ ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ തോന്നും നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് എല്ലാവരും വിചാരിക്കാറുണ്ട്. പക്ഷേ അത് എന്ത് ചെയ്യണമെന്ന് ആൾക്കാർ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാനൊരു വിസ്കോം സ്റ്റുഡൻറ്റ് കഴിഞ്ഞിട്ട് ഞാൻ എന്തുകൊണ്ട് ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നമുക്ക് അല്ലെങ്കിൽ എന്നെപ്പോലുള്ള സ്റ്റുഡൻസിന് എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ, അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ, എൻ്റെ അറിവുകൾ അല്ലെങ്കിൽ എൻ്റെ കഴിവുകൾ കുറച്ച് അല്ലെങ്കിൽ എക്സ്പീരിയൻസുകൾ മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് പകർന്നു കൊടുത്തുകൂടാ എന്നാണ് ഞാനെപ്പോഴും ചിന്തിക്കാറുള്ളത്. അതിൽ തന്നെ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ, ഞാനിപ്പോൾ ഇത്രയും വീഡിയോസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത്. എനിക്കത് ഓരോരോ വീഡിയോസ് ചെയ്യുമ്പോൾ എനിക്ക് മറ്റുള്ളവർക്ക് ഒരു അറിവ് പകർന്നു കൊടുക്കാനും ആ അറിവ് മറ്റുള്ളവർക്കത് എന്നിലൂടെ ഒരു യൂസ്ഫുള്ളായി എന്നുള്ളൊരു വിശ്വാസം, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ, നമുക്കൊരു പ്രത്യേക സാറ്റിസ്ഫാക്ഷനാണ്. യൂട്യൂബിൽ മെയിനായിട്ട് വീഡിയോസ് ചെയ്യുന്നത് ഒരു പ്രോഫിറ്റബിളാണ്. എല്ലാവരും ഒരു പ്രോഫിറ്റബിൾ വേണ്ടിയാണ് ചെയ്യുന്നത്, അതൊരു ഫാക്ടറാണ്. പക്ഷേ എനിക്ക് ഒന്നുകൂടി ഞാൻ ആലോചിക്കുന്നത്, ഒരു മാക്സിമം ഒരു അറിവ് പകർന്നു കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ചെറിയ എക്സ്പീരിയൻസോ അറിവ് പകർന്നു കൊടുക്കും, മറ്റുള്ളവർക്കത് വളരെ യൂസ്ഫുള്ളായി ആവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യാറ്. അത് നമ്മൾ ഈ വീഡിയോസ് ചെയ്യുമ്പോൾ തന്നെ ഞാനിപ്പോൾ വീഡിയോസ് ചെയ്തപ്പോഴാണ് അതിൻ്റെ എഫേർട്ട്. കാരണം ചില വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് നമുക്ക് വീഡിയോസ് പകർത്താനും അതിൻ്റെ ഇടയിൽ കൂടെ ഇത് ചെയ്യാനും, പ്രത്യേകിച്ച് DIY വീഡിയോസ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീഡിയോസ് ചെയ്യണം, ചില സ്പേസിന് നേരത്തെ നമുക്ക് ക്യാമറ വെക്കാൻ പറ്റില്ല, ചിലപ്പോൾ ആ ഒരു പൊസിഷൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, നമ്മൾ ചെയ്യണ എഫേർട്ട് ഭയങ്കര എഫേർട്ട്. ചിലർ ഈ DIY വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ കുറേ ദിവസങ്ങളൊക്കെ ഇരുന്നിട്ട് ഷൂട്ട് ചെയ്തിട്ട് ചെയ്യണമുണ്ട്. അപ്പോൾ ഞാൻ ആഗ്രഹിക്കും എത്രത്തോളം അവർ ബുദ്ധിമുട്ടിയിട്ടാണ് വീഡിയോസ് ചെയ്യണതെന്നൊക്കെ ഞാൻ ഭയങ്കര ചിന്തിക്കാറുണ്ട്. അപ്പോൾ നമ്മളത് ചെയ്തപ്പോഴാണ് അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങൾ. അത്രയും വളരെ ഈസി ആയിട്ടുള്ള സംഭവമല്ല ഈ പ്രത്യേകിച്ച് ഈ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ നല്ല പ്രൊഫഷണൽ ലെവലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഭയങ്കര നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടാണ്. എല്ലാവരും വിചാരിക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ട് സിമ്പിളായിട്ട് കുറേ പൈസ ഉണ്ടാക്കുന്നുണ്ട്. ശരിക്കും അങ്ങനെയല്ല, നല്ല ബുദ്ധിമുട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ കുറേ പേര് വീഡിയോ ചെയ്തിട്ടും റീച്ച് ആവാത്തവരുണ്ട്, വ്യൂവേഴ്സ് കിട്ടാത്തവരുണ്ട്. ചില ഒറ്റയടിക്ക് ചെയ്ത് കഴിഞ്ഞ് പെട്ടെന്ന് വ്യൂവേഴ്സ് കിട്ടുന്നത്, അതൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യം, അവരുടെ കണ്ടൻറ്റ് പോലെ ഇരിക്കും. അപ്പോൾ എൻ്റെ ഒരു കുറേ നാൾക്ക് ശേഷം ഞാൻ പ്രോഡക്റ്റ് മാത്രമേ സംസാരിക്കാറുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ബോറടിച്ചോന്ന് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പോകണമെന്ന് പറയാം. നമ്മൾ ചെയ്യാൻ പോകുന്നതൊരു ജിംബൽ നമ്മളിങ്ങനെ ക്യാമറ വെച്ചിട്ട് ഷേക്കാവാതെ യൂസ് ചെയ്യാനുള്ള ജിംബൽ, അതൊക്കെ നമ്മൾ ക്യാമറ ഇപ്പോൾ എപ്പോഴത്തെ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ കല്യാണത്തിനൊക്കെ ഒരു സ്റ്റിക്കുമ്മേ ഒരു ക്യാമറ വെച്ചിട്ട് മൂവ് ചെയ്യണത് കാണാം. അത് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും യൂസ് ചെയ്ത് തുടങ്ങി. പണ്ടൊക്കെ സ്റ്റഡി ക്യാം എന്നൊക്കെ പറഞ്ഞിരുന്ന സംഭവം പിന്നെ ഒന്നുകൂടി ഇലക്ട്രോണിക്കായി. ഇപ്പം നമുക്ക് വലിയ DSLR ക്യാമറാസ് വരെ വയ്ക്കാൻ പറ്റുന്ന ജിംബലുകളുണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ ഞാൻ ഒരു ജിംബൽ വാങ്ങി. അപ്പോൾ ആ ജിംബൽ അൺബോക്സിങ് അല്ല, എൻ്റെ യൂസർ റിവ്യൂ ആണ്. അപ്പോൾ ഇതാണ് ജിംബൽ. ZHIYUൻ്റെ മൊബൈൽ ജിംബലാണ്. ZHIYUൻ്റെ സ്മൂത്ത് 4 എന്ന് പറഞ്ഞ ജിംബലാണ് ഈ ജിംബൽ. അപ്പം ഇതിനെ പറ്റി എനിക്ക് അൺബോക്സ് ചെയ്യാനല്ല ഞാൻ വീഡിയോ എന്ന്, കാരണം വെച്ചാൽ ഇഷ്ടംപോലെ പേര് മലയാളികൾ തന്നെ കുറേ വീഡിയോസ് ഇതിൻ്റെ അൺബോക്സിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും അൺബോക്സ് ചെയ്തിട്ട് കാര്യമില്ല എന്നല്ല, അത് വീണ്ടും ആവശ്യമില്ലെന്ന് തോന്നി അതുകൊണ്ട്. പക്ഷേ എനിക്കിതിൽ ഉണ്ടായ പോരായ്മകൾ എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ ഇതിൽ ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട്. പക്ഷേ എനിക്ക് വാങ്ങിയിട്ടുള്ളതിൽ പ്രത്യേകിച്ച് ഒരു യൂസർ റിവ്യൂ എന്ന നിലയ്ക്ക് കുറച്ച് പോരായ്മകൾ എനിക്ക് ഫീൽ ചെയ്തു. ആ പോരായ്മകളാണ് ഞാനിതിൽ പറയാൻ പോണത്. അതിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ജിംബലിൽ ഞാൻ ഇത് ഓപ്പൺ ചെയ്യാം. കുറേ പേര് കണ്ടിട്ടുണ്ടാവും ഇത് സ്മൂത്ത് 4ൻ്റെ ജിംബൽ. ഇത് നോർമൽ സ്മാർട്ട് ഫോൺസ് പിന്നെ ആക്ഷൻ ക്യാമറാസൊക്കെ ഇതിൽ യൂസ് ചെയ്യാം.
ZHIYUN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇപ്പോഴത്തെ ജിംബലുകൾ DSLR വെക്കുന്ന ജിംബലുകളൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. കുറച്ചുകൂടി നല്ല ലൈഫും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇങ്ങനത്തെ എക്യുപ്മെൻറ്റ്സ്, പ്രത്യേകിച്ച് ക്യാമറയുടെ എക്യുപ്മെൻറ്റ്സ്, ഇതുപോലത്തെ എക്യുപ്മെൻറ്റ്സ് ഭയങ്കര ഡെലിക്കേറ്റഡ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ അതിങ്ങനെ പിടിച്ച് നിൽക്കുന്നത് തന്നെ തെറ്റാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ മോട്ടർ അറിയാണ്ട് എന്തെങ്കിലും ഒരു ആക്സസ് വഴിയാണ് വർക്ക് ചെയ്യുന്നത്, 3 ആക്സസ് വഴിയാണ് ഇത് വർക്ക് ചെയ്യണത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബെൻഡോ അല്ലെങ്കിൽ ഒരു കുറച്ചൊന്ന് ടൈറ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാലിബ്രേഷൻ മൊത്തം പോണ സംഭവമാണ് ഈ ജിംബലുകൾ. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. അതാണ് മെയിനായിട്ട് പറയാം. പക്ഷേ പ്രൊഫഷണൽ ലെവലിലാകുമ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും മൂവ്മെൻറ്റ്സ് ഒക്കെ എടുക്കണമെങ്കിൽ നമുക്കത് ക്യാമറയിൽ എടുത്തതിന് കുറച്ച് ഷേക്ക് വരും. അത് കാരണം ഞാനിത് വാങ്ങിയത്. ഇതിലെനിക്കൊരു പോരായ്മകൾ തോന്നിയിട്ടുള്ളത്, നമുക്കിത് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്ക് ഈ ജിംബൽ ഫോണുമായി യൂസ് ചെയ്യാൻ ഒരു 180 അല്ലെങ്കിൽ 190 ഗ്രാംസുള്ള ഒരു നോർമൽ 5.5 ഇഞ്ചുള്ള ഫോണും വെച്ചിട്ട് എൻ്റെ ഫോൺ ഇത് വെച്ചിട്ട് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് നമ്മളിങ്ങനെ പൊക്കി പിടിക്കുമ്പോൾ തന്നെ നമുക്കത് ഭയങ്കരമായിട്ട് കൈക്ക് ഭയങ്കരമായിട്ട് കഴപ്പ് തോന്നും ഇത് യൂസ് ചെയ്യുമ്പോൾ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് നല്ലൊരു വെയിറ്റ് ഉണ്ട്. പക്ഷേ നമുക്ക് കയ്യിൽ പിടിക്കുമ്പോൾ വെയിറ്റ് അറിയില്ല. ഫോണും ഇതും വന്നിട്ട് നമ്മളത് കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് മാക്സിമം ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് പിടിക്കുമ്പോഴേക്കും വെയിറ്റ് കാരണം നമുക്കിത് ആ ഒരു വീഡിയോ നമുക്ക് കട്ടാക്കേണ്ട അല്ലെങ്കിൽ കുറച്ച് റെസ്റ്റ് ചെയ്യേണ്ടി വരും ബുദ്ധിമുട്ട്. പിന്നെ രണ്ടാമത്തെ ഉള്ളതെന്ന് പറയുന്നത് ഈ ജിംബലിന് ചാർജിങ് ആയിട്ടുള്ളൊരു ചാർജിങ് പോയിൻ്റ് ഉണ്ട്. ഈ പോയിൻറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ജിംബലിൻ്റെ ഉള്ളിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഫോൺ ലൈവായിട്ട് ചാർജ് ചെയ്യാൻ ഇതിൽ സംവിധാനമുണ്ട്, അതിലാണുള്ളത്. പക്ഷേ അത് ഈ മൈക്രോ ടൈപ്പാണ് ഇതിൻ്റെ ചാർജിങ് പോയിൻറ്റ്. ആ പോയിൻറ്റിൽ നിന്ന് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നപ്പോൾ C ടൈപ്പ് ആണോ ഐഫോണിൻ്റെ ലൈറ്റ്നിങ് ചാർജറാണോ ഏതാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ കേബിൾ നമുക്ക് ലോക്കലി മേടിക്കാൻ കിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ആമസോൺ പോലത്തെ സൈറ്റിലാണ് നമ്മളെല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ സൈറ്റിൽ മേടിക്കാനില്ല. പിന്നെ ഞാൻ കുറേ അന്വേഷിച്ചു ഇതിനെ പറ്റി കിട്ടില്ല. എന്നിട്ട് ഞാൻ ചെയ്തത് വേറൊരു ഐഡിയ ആണ് ഞാൻ ചെയ്തത്, ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെപ്പറ്റി കുറേ അന്വേഷിച്ചു, കിട്ടിയില്ല. പിന്നെ ഞാൻ ഏതൊരു സൈറ്റിൽ നോക്കിയപ്പോൾ 1500 രൂപ 1800 രൂപ ആ ഒരു ചെറിയൊരു കോഡിന് ആ ഒരു കോഡും കൂടി ഇൻക്ലൂഡ് ചെയ്യാമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു C ടൈപ്പ്, ഇപ്പോൾ കോമൺ ആയിട്ടുള്ള ഫോം വരുന്നത് C ടൈപ്പ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു മൈക്രോ C ടൈപ്പിൽ നിന്ന് മറ്റേ നോർമൽ ടൈപ്പ് കേബിൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരുന്നു. പിന്നെ ഉള്ള പോരായ്മ എന്ന് പറയുന്നത് ഈ ബട്ടൺസൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ അത് ഈ ഫോക്കസ് പുള്ളർ ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു അട്രാക്ഷൻ തന്നെ ഉള്ളൂ. പക്ഷെ ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വിചാരിക്കുന്ന പോലെ അത് യൂസ് ചെയ്യാനുള്ളൊരു ഫങ്ഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ജിംബലിൻ്റെ വേറൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജിംബൽ ഈ ഒരു ആക്സസ് ഉണ്ട്. ഈ ഒരു ആക്സസ് നമ്മളിങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ ജിംബൽ നമ്മളിങ്ങനെ യൂസ് ചെയ്ത് ഈ റേഞ്ച് വരെ എത്തിക്കഴിഞ്ഞാൽ ഈ റേഞ്ച് ഒരു ഏകദേശം റേഞ്ച് എത്തിക്കഴിഞ്ഞാൽ ജിംബൽ വന്നിട്ട് വൈബ്രേറ്റ് ചെയ്ത് തുടങ്ങും. നല്ല രീതിയിൽ മോട്ടറിന് ലോഡ് വരണ കാരണമാണ് തോന്നുന്നു. പക്ഷേ ഇത് വൈബ്രേറ്റ് ചെയ്യും നന്നായിട്ട്. ഇവിടെ എത്തുമ്പോൾ നന്നായിട്ട് വൈബ്രേഷൻ ചെയ്ത് തുടങ്ങും. വൈബ്രേഷൻ ചെയ്ത് അന്നുകൂടി നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ ഇത് വന്നിട്ട് ഒരൊറ്റ അടി അടിക്കും. എന്നുവെച്ചാൽ ഒരു റിട്ടേൺ ആയിട്ട് വന്നിട്ട് ഇത് അടിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡിഫക്റ്റ് എന്നാണെങ്കിൽ പറയാമെന്നറിയാം. ഡിഫക്റ്റ് എന്ന് പറയണമെങ്കിൽ അങ്ങനെയും പറയാം. കാരണം എന്ന് വെച്ചാൽ ഞാനിതിൽ കുറേ നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതിൽ DJയുടെ ഓസ്മോ 3 അതിനൊക്കെ വെച്ച് കമ്പയർ ചെയ്തപ്പോഴും ബാക്കിയുള്ള ഫീച്ചേഴ്സും ഇതിനിപ്പോൾ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അതുകൂടാതെ നമുക്ക് ഈ ഫീച്ചേഴ്സൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. നമുക്ക് ഈ ഫോണിൽ തന്നെ കൈകൊണ്ട് കുത്താണ്ട് തന്നെ നമുക്ക് ഇതിൽ ബട്ടൺസ് പ്രസ് ചെയ്ത് നമുക്ക് മെനൂസ് അങ്ങനത്തെ യൂസ്ഫുള്ളായിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു ലാസ്റ്റായിട്ടുള്ളൊരു ഡിഫക്റ്റ് ഞാൻ പറയാൻ മറന്നു പോയേനെ. ആ ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഈ ബട്ടൺസ് നമുക്ക് ഈ ബട്ടൺസ് യൂസ് ചെയ്തിട്ട് മാനുവലായിട്ട് ഇതിനെ മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ DJ ഓസ്മോയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന പോലെ ഓസ്മോ 3 ചെയ്യാൻ നമുക്ക് സെൽഫായിട്ട് എന്തെങ്കിലും മൂവ്മെൻറ്റ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ആംഗിൾ എത്തിയുമ്പോൾ നമുക്ക് താഴത്തേക്കൊന്ന് ചെയ്യണം. നമ്മൾ കൈ കൊണ്ടാക്കുകയാണെങ്കിൽ താഴത്തേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ പറ്റില്ല. പക്ഷേ DJ ഓസ്മോ 3 അങ്ങനെ ഫീച്ചർ പറ്റും. പക്ഷെ നമുക്കിതിൽ ഈ കൈ കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളും എനിക്ക് തോന്നിയിട്ടുള്ളത്.
അല്ല എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് അങ്ങനെയാണ് എൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളും എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറഞ്ഞത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു പരാജയമാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അങ്ങനെ വലിയ അപാകതകളില്ലെങ്കിലും ഈ പറഞ്ഞൊരു പോയിൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സാണ്. അത് പ്രത്യേകിച്ച് നമ്മൾ ഈ സാധനം ഇങ്ങനെ കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ലോഡ് നമുക്ക് വരും കയ്യിലേക്ക്. എന്ന് വെച്ചാൽ കുറേ നേരം ഇത് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് പിടിക്കാം, കയ്യിൽ ഇങ്ങനെ പിടിച്ച് ഹോൾഡ് ചെയ്ത് പിടിച്ച് നിൽക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ കൈ നമ്മൾ എപ്പോഴും കഴയ്ക്കും. അപ്പം അങ്ങനെ കുറച്ച് ഒരു പോരായ്മകളാണ് ഇതിനുള്ളത്. അപ്പോൾ പക്ഷെ ബാക്കി അതൊക്കെ വെച്ചിട്ട് ബാറ്ററി ലൈഫൊക്കെ കുഴപ്പമില്ലാത്തതുണ്ട്, നമുക്ക് യൂസ് ചെയ്യാനുണ്ട്. പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഈ ഫങ്ഷൻ നല്ല ഫങ്ഷൻ തന്നെയാണ്, ചാർജ് ചെയ്യുന്ന ഫങ്ഷൻ നല്ല തന്നെയാണ്. പക്ഷേ നമുക്കിത് ചാർജ് ചെയ്യാനുള്ള കേബിൾ നമുക്ക് കിട്ടാനില്ല, അതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അറ്റ്ലീസ്റ്റ് അവർക്കിതൊന്നും സെപ്പറേറ്റ് ആയിട്ട് എവിടെയെങ്കിലും പക്ഷേ കിട്ടുകയാണെങ്കിൽ നന്നായിരുന്നു. പക്ഷേ ഈ 1500 1800 നമുക്ക് കേബിൾ കിട്ടാനില്ല. അപ്പോൾ ഞാനൊരു കേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കേബിളാണ് ഈ കേബിൾ. ഇതൊരു സാധാരണ ഇത് ഐഫോണിന് വേണ്ടിയിട്ടുണ്ടായില്ല, ഐഫോണിൻ്റെ കേട് വന്നൊരു ചാർജറിൻ്റെ കേബിൾ എടുത്തിട്ട് മൈക്രോൻ്റെ ഇതിൽ കയറ്റാൻ പറ്റുന്ന ടൈപ്പ്. ഇതിൻ്റെ ഈ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഹെഡ് ഇതിൻ്റെ ലെങ്ത്ത് കൂടുതൽ വേണം. ഇത് ലെങ്ത്ത് കൂടുതലുണ്ടെങ്കിൽ അത് കാര്യമുള്ളൂ. അപ്പോൾ ഇത് കുത്തി കഴിഞ്ഞപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് പെട്ടെന്നുള്ള. പക്ഷേ ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കാരണം ഒരു അത്രയും പെർഫെക്റ്റ് അല്ല. പക്ഷെ നമുക്ക് തൽക്കാലത്തേക്ക് ഇപ്പോൾ ഐഫോണൊക്കെ അറിയാമല്ലോ, ചാർജ് ചെയ്യാനും യൂസ് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണം അറ്റ്ലീസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഉണ്ടാക്കുക. പക്ഷേ നമുക്കിത് ഞാൻ വേറൊരു ടൈപ്പ് ഉണ്ടാക്കിയപ്പോൾ അത് സക്സസ് ആയിട്ടില്ല. എന്ന് വെച്ചാൽ കുറച്ചുകൂടി മറ്റേ ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ കേബിൾ യൂസ് ചെയ്ത് തന്നെ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റില്ല, അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അല്ലാത്തുള്ള നോർമൽ ടൈപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, വയറുകൾ യൂസ് ചെയ്യാൻ പറ്റും. സി ടൈപ്പൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ സി ടൈപ്പ് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ ലൈറ്റ്നിങ് ചാർജറിൻ്റെ ഐഫോണിൻ്റെ ചാർജർ യൂസ് ചെയ്ത് നോക്കി, വർക്ക് ചെയ്യുന്നുണ്ട്. ജോയിൻ്റ് ചെയ്ത് രണ്ടും പോസിറ്റീവ് നെഗറ്റീവ് ജോയിൻ്റ് ചെയ്തപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് എൻ്റെ ഈ യൂസർ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക.